ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ, അവയുടെ അർത്ഥങ്ങളും ഉപയോഗങ്ങളുമാണ്. ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ത്രൂ എന്ന വാക്കിന്റെ അർത്ഥങ്ങളും ഉപയോഗങ്ങളുമാണ്. ത്രൂ, THROUGH, ഇതിന്റെ ഉച്ചാരണം ത്രൂ, THROUGH, ത്രൂ. ഈ വാക്കിന്റെ അർത്ഥങ്ങള് കൂടെ, കൂടി, വഴി, മുഖേന എന്നെല്ലാമാണ്. വേറെയും വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഈ വാചകം കാണുമ്പോഴാണ് ഇതിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമാവുക. ആദ്യത്തെ വാചകം നോക്കാം. ഒന്നാമത്തെ വാചകം, they walked through the forest. they walked എന്ന് പറയരുത്, walked. they walked through the forest. എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? they walked, അവർ നടന്നു. through the forest, കാട്ടിലൂടെ നടന്നു. നമ്മൾ മലയാളത്തിൽ പറയുന്നത് കാട്ടിലൂടെ, അത് ഇംഗ്ലീഷിൽ പറയുന്നതാണ് through the forest. through the forest, കാട്ടിലൂടെ, അല്ലെങ്കിൽ കാട്ടിൽ കൂടി നടന്നു, അങ്ങനെ നമ്മൾ പറയും. ഒരർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ വാചകം കണ്ടിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. they walked through the forest, അവർ കാട്ടിലൂടെ നടന്നു. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ക്ലാസ്സുകളിൽ പറയുന്നത് പോലെ നിങ്ങൾ ഈ സബ്ജക്ട് മാറ്റി വയ്ക്കുക. I walked through the forest, he walked through the forest, children walked through the forest, my friends walked through the forest. ആ രീതിയിൽ സബ്ജക്ട്സ് മാറ്റി വയ്ക്കുക. ഇനി ടെൻസുകൾ മാറ്റി വയ്ക്കുക. they are walking through the forest, they have walked through the forest, they should walk through the forest. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവ റിവൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം ഈ വാക്കിന്റെ ഉപയോഗവും നമുക്ക് മനസ്സിലാവും. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം മലയാളം പറയണം, അതിനുശേഷം അതിന്റെ ഇംഗ്ലീഷ്. അവർ കാട്ടിലൂടെ നടന്നു, അതിന്റെ ഇംഗ്ലീഷ് 10 പ്രാവശ്യമെങ്കിലും ഈ വാചകം ആവർത്തിക്കണം, മലയാളം ഇംഗ്ലീഷ്. ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. സബ്ജക്റ്റ് ഒക്കെ മാറ്റി വെച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ വാചകം നോക്കാം. I got many friends through Facebook. I got many friends through Facebook. I got many friends. I got, എനിക്ക് കിട്ടി. ഞാൻ കിട്ടി എന്ന് പറയില്ല മലയാളത്തില്, എനിക്ക് കിട്ടി എന്നാണ് പറയുക. many friends, I got many friends, എനിക്ക് ധാരാളം ഫ്രണ്ട്സിനെ കിട്ടി. എങ്ങനെ കിട്ടി? through Facebook, ഫേസ്ബുക്ക് വഴി, അല്ലെങ്കിൽ ഫേസ്ബുക്ക് മുഖേന, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയായി, ഫേസ്ബുക്ക് മുഖാന്തരം. ആ രീതിയിലൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഇതിന്റെ അർത്ഥമെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളത് ആവർത്തിച്ചാല് ഇതിന്റെ അർത്ഥം വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ പതിയും. അതിനാണ് നമ്മൾ ആവർത്തിക്കുന്നത്. ഇവിടെയും സബ്ജക്ട് മാറ്റി വയ്ക്കുക, ടെൻസ് മാറ്റി വയ്ക്കുക. I will get many friends through Facebook, I am getting many friends through Facebook, I have got many friends through Facebook, I had got many friends through Facebook, I can get many friends through Facebook. ആ രീതിയിലൊക്കെ മാറ്റി പ്രാക്ടീസ് ചെയ്യണം. മലയാളം ആദ്യം പറയണം, അതിനുശേഷം അതിന്റെ ഇംഗ്ലീഷ് 10 പ്രാവശ്യമെങ്കിലും ആവർത്തിക്കുക. ഇനി ഒരു വാചകം കൂടി കാണാം. മൂന്നാമത്തേത്, they saw her through the window. they saw her, അവർ അവളെ കണ്ടു. through the window, ജനാല വഴി. through the window, ജനാല വഴി അവർ അവളെ കണ്ടു. ഏതിലൂടെ കണ്ടു? ജനാല വഴി, അല്ലെങ്കിൽ ജനാലയിൽ കൂടി, അല്ലെങ്കിൽ ജനാലയിലൂടെ, അതും പറയാം. ഇവിടെ എന്ന് പറയുന്നത് അർത്ഥത്തിലാണ്. ജനാലയിലൂടെ അവർ അവളെ കണ്ടു, ജനാലയിൽ കൂടി അവർ അവളെ കണ്ടു, ജനാല വഴി അവർ അവളെ കണ്ടു. ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. വഴി എന്ന വാക്ക് നമ്മൾ റോഡ്, വേ അർത്ഥത്തിലല്ല എന്ന് ഓർക്കണം. ഈ രീതിയിൽ ജനാല വഴി, ആ വഴിയാണ് ഇവിടെയുള്ളത്. ഓക്കെ, ഇവിടെയും നമുക്ക് സബ്ജക്റ്റ് മാറ്റി വയ്ക്കാം, ടെൻസുകൾ മാറ്റി വയ്ക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം ഇത് മനസ്സിലാക്കാൻ. ജനാല വഴി, ഫേസ്ബുക്ക് വഴി, കാട്ടിലൂടെ, ഈ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ത്രൂ എന്ന വാക്ക് വഴി നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടുന്നത്. മലയാളത്തിൽ നമ്മൾ ജനാലിലൂടെ, ജനാല കൂടി, ജനാല വഴി, അവൻ മുഖേന, അയാൾ മുഖേന, ഫേസ്ബുക്ക് മുഖേന എന്നൊക്കെ പറയുന്നത് ത്രൂ എന്ന വാക്ക് വെച്ച് ഇംഗ്ലീഷിൽ നമുക്ക് കിട്ടും. ഓക്കെ, എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഒഴുക്കോട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഓക്കെ, ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. 4 ഫോംസ് പഠിക്കണം. കുറച്ച് വെർബ്സ് ആ ലിസ്റ്റിലെ ലവ്സും പഠിക്കുക. അതോടൊപ്പം പുതിയ വെർബ്സ് പഠിക്കണം.
ഇംഗ്ലീഷ് ഭാഷയിലെ പുതിയ വാക്കുകൾ, അർത്ഥോച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കുക. നല്ല ഒഴുക്കോടെ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത്, അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമില് വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് നമ്മളെ വെർബുകളുടെ ലിസ്റ്റിലെ 13ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം രൂപങ്ങളിലെ 4 രൂപങ്ങളാണ്. ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ
സാധിക്കുകയില്ല. അപ്പൊ ഇവ നമ്മൾ ശരിക്കും പഠിക്കണം. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ടെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് പഠിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. verb, bore, born, beat, bet, beaten. ശ്രദ്ധിക്കണം, പാസ്റ്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും പ്രസന്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും ഒരേപോലെയാണ്, ഉച്ചാരണം വ്യത്യാസമുണ്ട്. ബീറ്റ്, ബെറ്റ്, ബീറ്റൺ ആണ്. ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ചൂസ്, ചോസ്, ചോസൺ. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഈറ്റ്, എറ്റ്, ഈറ്റൺ. ഇവിടെ പ്രത്യേകതയുണ്ട് ഈ വെർബുകളുടെ. ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിൽ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ED എന്നോ D എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. തുടങ്ങാം. disagree, disagreed, disagreed. drown, drowned, drowned. fry, fried, fried. harm, harmed, harmed. excite, excited, excited. force, forced, forced. hug, hugged, hugged. hope, hoped, hoped. hum, hummed, hummed. instruct, instructed, instructed. interfere, interfered, interfered. invent, invented, invented. irritate, irritated. entertain, entertained, entertained. joke, joked, joked. heat, heated, heated. join, joined, joined. last, lasted, lasted. preserve, preserved, preserved. prevent, prevented, prevented. produce, produced, produced. promise, promised, promised. ഓർക്കുക, ഈ വെർബുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവയുടെ ഉച്ചാരണം പഠിക്കണം, അർത്ഥവും പഠിക്കണം. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചില വെർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. അപ്പൊ ഈ വെർബുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.